സാറേ, കഴിഞ്ഞ തവണത്തെ തൃശ്ശൂർ പൂരം വലിയ വിവാദങ്ങൾക്ക്, വലിയ തർക്കങ്ങൾക്ക് ഒക്കെ ഇടവരുത്തി. അതിൻ്റെയൊക്കെ ഫലമായിട്ട് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ ഈ പൂരം കലക്കാൻ ആരെങ്കിലും വരുമോ? അത് ഇത്തവണ അങ്ങനെ പൂരം കലക്കേണ്ട ഒരു രാഷ്ട്രീയ ആവശ്യമില്ല. കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പായിരുന്നല്ലോ കാര്യം. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേകിച്ച് പോലീസിനെ ഉപയോഗിച്ച് പൂരം കലക്കി എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. കോൺഗ്രസിൻ്റെ ആരോപണം മാത്രമല്ല, സുനിൽകുമാർ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയും ഭംഗ്യന്തരേണ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലയിലൊരു അന്വേഷണത്തിന് ശേഷം വെളിപ്പെടുത്തുകയുണ്ടായി. ഗവൺമെൻറ്റിൻ്റെ ചില ആളുകൾ പോലീസിനെയാണ് കുറ്റപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും ഇത്രയും വലിയ ഭൂരിപക്ഷം 75,000 വോട്ടിൻ്റെ മാർജിനിലൊക്കെ ജയിക്കാനിടയായത് അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രാഷ്ട്രീയ കാരണങ്ങളാണ്. ഈ വർഷം അതുപോലെ ഒരു രാഷ്ട്രീയ ആവശ്യം തൽക്കാലം ഇല്ലെങ്കിലും ഈ വർഷം അവസാനം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതെ. അപ്പം രാഷ്ട്രീയം ഇല്ലെന്ന് പറഞ്ഞുകൂടെ. എപ്പോഴും പൂരത്തിൻ്റെ പിന്നിലൊരു ചെറിയ രാഷ്ട്രീയമുണ്ട്. എങ്കിലും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൂരം എല്ലാ രാഷ്ട്രീയത്തിനേക്കാൾ പരമപ്രധാനമാണ് തൃശ്ശൂർക്കാർ. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ തൃശ്ശൂർക്കാരും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തിരിച്ച് തൃശ്ശൂരിലെത്തുകയും പൂരം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യും. കഴിയുന്നവരെല്ലാം എത്തുകയും ചെയ്യും. അപ്പോൾ പൂരം അനുസരിച്ചാണ് അവർ നാട്ടിൽ വരുന്ന ഓണത്തിനെയും വിഷുവിനേക്കാളും പ്രാധാന്യം പൂരത്തിന് കൽപ്പിക്കുന്നവരാണ് തൃശ്ശൂർ നേറ്റീവ്സ് പൊതുവിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈകാരിക ഉത്സവം കൂടിയാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം നൂറ്റാണ്ടുകളായിട്ട് 2 നൂറ്റാണ്ടിലേറെയായി നടന്നു വരുന്നതാണ്. അപ്പോൾ അത് ഒരു വാർഷികോത്സവം എന്നതിനേക്കാൾ ഉപരി അത് തൃശ്ശൂരിലെ വ്യാപാര മണ്ഡലത്തെയും ഒക്കെ സ്വാധീനിക്കുകയും വ്യവസായികളുടെ എല്ലാം പൂർണ്ണ സഹകരണവും തൃശ്ശൂർ പൂരത്തിനുണ്ട്. അതിനകത്ത് ഒരു വാണിജ്യ സാധ്യതകളും ഉണ്ട്. ജാതിഭേദമന്യേ തൃശ്ശൂർ പൂരത്തെ എല്ലാവരും ഇഷ്ടപ്പെടുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതിൻ്റെ ടൂറിസം പ്രാധാന്യവും വളരെ വലുതാണ്. സാർ, ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ പോലീസ് എടുത്ത ചില നിലപാടുകളാണ് ഈ പൂരം കലക്കാനുള്ള പ്രധാനമാണ്. ഇപ്പം ആനയ്ക്ക് ഓലയും വെട്ടിക്കൊണ്ട് വരുന്നു, അപ്പോൾ അതിലേക്കൂടെ പോകാൻ പറ്റില്ല. പിന്നെ കുറച്ച് ആൾക്കാർ വരുന്നു, ഇപ്പോഴേ അവിടെ നിൽക്കാൻ പറ്റില്ല, നേരത്തെ ആനയൊക്കെ ഇറങ്ങി വരുന്നതുകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ മണിക്കൂറുകൾക്ക് മുമ്പ് പോലീസ് അനാവശ്യമായ ചില ധൃതി കാണിച്ചതാണ് കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇത്തവണ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഈ ആനയെ എഴുന്നള്ളത്തിനും വെടിക്കെട്ടിന് പ്രത്യേകിച്ചും ചില ദൂരപരിധികളും ഉപയോഗിക്കേണ്ട എക്സ്പ്ലോസീവ്സിൻ്റെ അളവിനെ പറ്റി എത്ര കിലോഗ്രാം വരെ ഉപയോഗിക്കാം, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അത് പൂരവുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല. ഈ വർഷത്തെ പ്രധാന പ്രശ്നം അതാണ്, ഈ ദൂരപരിധി. ഗവൺമെൻറ് ഇപ്പോൾ വച്ചിരിക്കുന്ന മാർഗനിർദ്ദേശം അനുസരിച്ചും തീരുമാനം അനുസരിച്ചും തേക്കിൻകാട് മൈതാനത്ത് പൂരം നടത്താൻ പറ്റില്ല. അതാണ്. അപ്പോൾ പണ്ടേ നടന്നു വരുന്നത് തേക്കിൻകാട് മൈതാനത്താണ്. ഇപ്പോൾ കുടമാറ്റം കഴിഞ്ഞാൽ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ കാര്യം എഴുന്നള്ളത്തും കുടമാറ്റവും കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. ഈ വെടിക്കെട്ടും കൂടെ ചേരുന്നതാണ് ഇത് പൂരം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ടതും അവസാനത്തതുമായ പ്രോഗ്രാമാണ് വെടിക്കെട്ട്. ആ വെടിക്കെട്ട് നീലാകാശത്ത് ഈ രാത്രിയുടെ മറവിൽ ഇതിങ്ങനെ പൂത്തിരികൾ കത്തുകയും വലിയ കതിന പൊട്ടുകയും ഒരുപാട് വർണ്ണ വിസ്ഫോടനങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ണിനും മനസ്സിനും മനുഷ്യർക്ക് വളരെ ആഹ്ലാദകരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ പൊലിമ നഷ്ടപ്പെടും ഇതില്ലെങ്കിൽ, വെടിക്കെട്ടില്ലെങ്കിൽ. കഴിഞ്ഞ തവണ സംഭവിച്ച ഈ വെടിക്കെട്ടിന് അവസാന നിമിഷം പോലീസ് ഇടപാട് കാരണം ചില നിയന്ത്രണങ്ങൾ വന്നതും അവിടത്തേക്ക് സിനുജി പറഞ്ഞതുപോലെ ഈ ആനയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നതിലുള്ള നിയന്ത്രണങ്ങൾ വന്നതും അതൊരു തർക്കത്തിന് കാരണമായി. അതിനെ ലംഘിച്ചുകൊണ്ട് അവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ഒരു ആംബുലൻസ് കയറി അവിടെ ചെന്ന് അതിലിടപെട്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ വിവാദം. മാത്രമല്ല, ഈ ഇതൊക്കെ നിയന്ത്രിക്കേണ്ട കമ്മീഷണർക്ക് പുള്ളിക്ക് ഈ പൂരം നടത്തിയുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള മറ്റ് താഴ്ന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ അത് കേട്ടില്ല, അവിടെ ഒരു ഈഗോ വർക്കൗട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ ഈ ക്ഷേത്ര ഭാരവാഹികൾ, അതുപോലെ അവിടുത്തെ ജനങ്ങളിലെ പ്രമുഖരായ ആൾക്കാർ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കോർഡിനേറ്റ് ചെയ്ത് പോയാലേ ഈ സംഭവം കൃത്യമായിട്ട് എല്ലാ വർഷവും അങ്ങനെയാണ് നടക്കുന്നത്.
എല്ലാ വർഷവും അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ദേവസ്വം ഭാരവാഹികളും പാറമേക്കാവും 2 ദേവസ്വമാണല്ലോ ഇത് നടത്തുന്നത്, തിരുവമ്പാടി പാറമേൽക്കാവും. അപ്പോൾ ഇവർ രണ്ടും അതിൻ്റെ ഭാരവാഹികളും പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡ് എൻ്റെ ഭാരവാഹികളും ജനപ്രതിനിധികളും അവിടുത്തെ തൃശ്ശൂർ നഗരസഭയുടെ നേതാക്കളും എല്ലാവരും കൂടെ ഇരുന്ന വലിയൊരു കമ്മിറ്റി പല തവണ കൂടിയാലോചിച്ചിട്ടാണ്. മിനി പൂരമൊക്കെ ഉണ്ട് അതിനു മുമ്പ്, കൊച്ചു കൊച്ചു പൂരങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നല്ല ആൾക്കൂട്ടവുമുണ്ട്. ഇത്രയും വലിയ പാർട്ടിസിപ്പേഷനാണ്. അപ്പോൾ ഈ പൂരത്തിന് വേണ്ടിയുള്ള ചമയങ്ങൾ ഒരുക്കുന്നതൊക്കെ വാർത്തയാണ്. ഞാൻ ഒരു 4 വർഷം പൂരം റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പോൾ അതൊരു വലിയ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ ശ്രദ്ധേയമായൊരു ഉത്സവമാണ്. പിന്നെ ധാരാളം വിദേശികളും ഈ ആനയുടെ ഡിസ്പ്ലേ 2 ഭാഗത്തും ഇങ്ങനെ ആന ഒരുങ്ങി നിൽക്കുന്നത്, നിരന്ന് നിൽക്കുന്ന വലിയൊരു കാഴ്ചയാണ്. അത് വലിയ ചന്തമാണ്. അപ്പോൾ അത് കാണാനും അത് ഫിലിം ചെയ്യാനും ഒക്കെ വിദേശത്തുനിന്നും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരാറുണ്ട് കൗതുകത്തോടെ. അപ്പോൾ ആ തരത്തിൽ ഇതിനൊരു വിനോദസഞ്ചാര പ്രാധാന്യം കൂടിയുണ്ട്. ഈ അടുത്ത കാലത്ത് ആണെങ്കിൽ ഈ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരികയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവലിനെ നമ്മൾ ഇങ്ങനെ അലങ്കോലപ്പെടുത്തുകയും ചെറിയ വിവാദങ്ങൾ ഉണ്ടാക്കി അതിന് തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ ഭംഗി കുറയ്ക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് ഈ വർത്തമാനത്തിന് കാരണം, പ്രധാനമായ തർക്കത്തിന് കാരണം. അത് ഗവൺമെൻറ്റിന് ഇതിൻ്റെ പ്രാധാന്യം അവധാനതയോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഈ ക്ഷേത്രാചാരവും വിശ്വാസവും ജനങ്ങളുടെ ആഗ്രഹവും ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ ചരിത്ര പ്രാധാന്യവും ഇതിൻ്റെ സാംസ്കാരിക മൂല്യവും തിരിച്ചറിയാത്ത ഭരണാധികാരികൾ ഇത് കൈകാര്യം ചെയ്ത് വഷളാക്കുന്നതാണ്. അപ്പോഴാണ് ഈ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. ഇതിൽ തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ പൂരം തൃശ്ശൂരിൽ തന്നെയുണ്ട്. ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്ന ആനയുടെ എണ്ണത്തിൽ തൃശ്ശൂർ പൂരത്തേക്കാൾ കൂടുതലാണ് ആറാട്ടുപുഴ പൂരം. ഏറ്റവും വലിയ പൂരങ്ങളുടെ പൂരം എന്നാണ് അത് വിളിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഉത്സവം ഇതാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു വൈകാരികമായ ഉണർവുണ്ടാക്കാൻ വേറൊരു പൂരത്തിനും കഴിയുന്നില്ല. ഇപ്പോൾ കൊല്ലം പൂരം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തും കൊച്ചു കൊച്ചു പൂരങ്ങളുണ്ട്. ഇതിൻ്റെ അനുകരണം അത് ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യം കൊണ്ടാണല്ലോ മറ്റു പലരും തൃശ്ശൂർ വരെ പോകണ്ട, തൃശ്ശൂർ പൂരം നമുക്ക് കൊല്ലത്തും നടത്താം എന്ന് പറയുന്ന ഒരു മനസ്ഥിതി വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇത് എല്ലാവരെയും ആകർഷിക്കുന്നു. കഴിഞ്ഞ തൃശ്ശൂർ പൂരം ജയിപ്പിച്ച് MP ആക്കിയ വ്യക്തിയാണ് സുരേഷ് ഗോപി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്കൊക്കെ ഒരു നന്ദി പറയാൻ, അല്ലെങ്കിൽ ആ കൂടെ നിന്ന ആളുകൾക്കൊപ്പം നിൽക്കാനായിട്ടൊക്കെ സുരേഷ് ഗോപിയുടെ ഒരു സാന്നിധ്യവും ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കേന്ദ്ര മന്ത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപി വന്നാൽ അതിനെ രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസിനും അല്ലെങ്കിൽ CPM ഒക്കെ തടയാൻ പറ്റും. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അല്ല, സുരേഷ് ഗോപിക്ക് അവിടെ വരാൻ എല്ലാ അധികാരവുമുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയും അവിടുത്തെ ജനപ്രതിനിധിയുമാണ്. അപ്പോൾ ഈ വർഷം പൂരം സ്മൂത്തായി നടത്തുന്നതിൽ സുരേഷ് ഗോപി തൻ്റേതായ ഒരു പങ്ക് അവിടെ വഹിക്കും. തീർച്ചയാണ്. അത് അദ്ദേഹം ഇടയ്ക്ക് സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു പൂരം ഈ മുൻ വർഷത്തെ പോലെ ആവില്ല, അതിന് നമ്മൾ തുടക്കം മുതൽ മാനേജ് ചെയ്യും. അതിനെന്തെങ്കിലും കേന്ദ്രത്തിലേറെ ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പൂരപ്രേമികൾക്ക് ഹിതകരമാം വിധം ആ നിയന്ത്രണങ്ങളിൽ നമ്മൾ ഇളവ് വരുത്താനും ശ്രമിക്കും. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ തടസ്സം മാറ്റാനായിട്ട് നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിന് ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇനി ഇതിനെ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഈ ഇതിലെ ഇളവ് അനുവദിപ്പിക്കാൻ ശ്രമിക്കുന്നത് MP എന്ന നിലയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വഴിയായിരിക്കും. അന്ന് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കിയത് VS സുനിൽകുമാറായിരുന്നു. അപ്പോൾ മുൻ മന്ത്രിയാണ്, CPIയുടെ നേതാവാണ്. അപ്പോൾ ഈ VS സുനിൽകുമാറിൻ്റെയൊക്കെ ഒരു അഭിമാനം സംരക്ഷിക്കുക, അല്ലെങ്കിൽ CPIയുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതോടെ അവരുടെ ഒരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ CPM അന്ന് CPIയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ കാല് വാരിയത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ എല്ലാവരും അവരുടെ അഭിമാന പ്രശ്നമായിട്ട് ഇത്തവണത്തെ പൂരത്തെ കാണും. അങ്ങനെയാണോ മനസ്സിലാക്കണ്ടേ? അത് അതിന് രാഷ്ട്രീയക്കാർക്ക് അതിനകത്തുള്ള റോൾ വിട്ട് കളയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ കൂടെ വരും. ഓരോ വർഷവും നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ ഇപ്പോൾ ഇലക്ഷനുണ്ട്. ഈ വർഷം അവസാനം പഞ്ചായത്ത് ഇലക്ഷൻ, അടുത്ത വർഷം ആദ്യം തന്നെ നിയമസഭാ ഇലക്ഷൻ, ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ എല്ലാം പൂരം തൃശ്ശൂരിലെങ്കിലും ഒരു സംസാര വിഷയമാണ്, ഒരു തിരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ്. അത് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പം നേരത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് CPIയുടെ സീറ്റിനോട് എപ്പോഴും ഒരു ചുറ്റമ നയം ഉണ്ടല്ലോ. തിരുവനന്തപുരത്തായാലും തൃശ്ശൂരായാലും തൃശ്ശൂരിന് ഉള്ള ഒരു പ്രാധാന്യം അത് മുമ്പ്
തുടർച്ചയായിട്ട് CPI ജയിക്കുന്ന സീറ്റായിരുന്നു. CPI നേതാക്കൾ പലരും തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രതാപന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്ന പാർലമെൻറ്റ് അംഗവും തൃശ്ശൂരിൽ നിന്ന് CPIയുടേതായിരുന്നു. അത് CPIയുടെ ഏക അംഗമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സീറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. നഷ്ടപ്പെട്ട് പോയപ്പോൾ കോൺഗ്രസിൻ്റെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയി. അതെ. അപ്പം 3-ാം സ്ഥാനത്ത് പോകുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ടാണ് സുരേഷ് ഗോപി കൂടുതൽ പിടിച്ചത്. താൻ LDFൻ്റെ എല്ലാ വോട്ടും അതിലും കൂടുതൽ പിടിച്ചു കഴിഞ്ഞ തവണത്തേക്കാളും എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ഈ വോട്ട് ചോർച്ചയ്ക്ക് കുറ്റപ്പെടുത്തിയത് കോൺഗ്രസിനെയാണ്. അപ്പോൾ കാരണം ഇടതുപക്ഷ നേതാക്കളുടെ ഒരു പതിവ് പറച്ചിലാണല്ലോ, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP. അതെ. അത് തൃശ്ശൂരിൽ ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി എന്നതാണ്. നമുക്ക് കാത്തിരിക്കായി തൃശ്ശൂർ പൂരത്തിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.